എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു പൈൻ ഫോറസ്റ്റിനുള്ളിൽ കണ്ണു തുറക്കുകയാണ് ഈതൻ ബർഗ് എന്ന US സീക്രട്ട് സർവീസ് ഏജന്റ്. ദേഹത്ത് അവിടെ ഇവിടെയായി മുറിവുകളോടെ ആ പൈൻ ഫോറസ്റ്റിന് പുറത്തേക്കുള്ള വഴി നോക്കി നടക്കുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടായിട്ട് നമുക്ക് ഈതന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. തന്റെ ജോലിയിലുള്ള മാനസിക സമ്മർദ്ദത്തിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ വന്നിരിക്കുകയാണ് ഈതൻ. കാരണം അടുത്തിടെയായി നടന്ന ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടിരുന്ന പ്രതികളെ വെറുതെ വിടാൻ താനും കാരണക്കാരനായി എന്ന കുറ്റബോധം ഈതനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. താൻ വളരെ മോശമായ ഒരു അവസ്ഥയിലാണെന്ന് തന്റെ പാർട്ട്ണറായ മറ്റൊരു യുവതിക്കും അറിയാം. അവളാണ് തന്റെ ഒരു ആശ്വാസമെന്നും ഈതൻ ഇരിക്കുമ്പോൾ പുള്ളിക്കാരന് ഓൾറെഡി ഉണ്ടാവുന്നത് അല്ലാണ്ട് ആളുകളെ കാണുന്നതോ വസ്തുക്കൾ കാണുന്നതോ അങ്ങനെ മറ്റെന്തെങ്കിലും ഹാലൂസിനേഷൻസ് ഉണ്ടാവാറുണ്ടോ എന്ന് തിരക്കുകയാണ് ആ സൈക്യാട്രിസ്റ്റ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ പൈൻ ഫോറസ്റ്റിന് പുറത്തേക്കെത്തിയ ഈതൻ അവിടെ തനിക്ക് പരിചിതമല്ലാത്ത സ്ഥലവും തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ആളുകളെയും കണ്ട് തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് കയറുകയാണ്. ശേഷം അവിടെ നിന്ന പെൺകുട്ടിയോട് "ഞാനിതെവിടാ" എന്ന കിളിപോയി ഉണരുന്ന ആളുകളുടെ പതിവ് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വേവൂഡ് പൈൻസ് ഐഡഹോ എന്നറിയിച്ച് ഈതന്റെ കോലം കണ്ട് "ഞാൻ ആംബുലൻസ് വിളിക്കണോ" എന്നുകൂടി ആ പെൺകുട്ടി തിരക്കുന്നതും ദേ കിടക്കുന്നു ഈതൻ. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ ബെഡിൽ ഈതനെ വിളിച്ചുണർത്തുകയാണ് ഒരു നഴ്സ്. വേദനയ്ക്കുള്ള മരുന്ന് നൽകിയിട്ടുണ്ട് കേട്ടോ, വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ, ഡോക്ടർ ഇപ്പോൾ വന്ന് BP ഒക്കെ ചെക്ക് ചെയ്യും എന്ന് വളരെ സ്വീറ്റായി സംസാരിച്ച് എന്താണെങ്കിലും വളരെ മോശം ഒരു കാർ ആക്സിഡന്റ് ആയിപ്പോയി എന്നുകൂടി അവർ പറയുമ്പോൾ തന്റെ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ് ഈതൻ. തനിക്കൊപ്പം വർക്ക് ചെയ്യുന്ന ഏജന്റ് സ്റ്റാലിങ്സിനൊപ്പം ഐഡഹോയിലേക്ക് തങ്ങൾ പറഞ്ഞയച്ചിട്ട് അവിടെ വെച്ച് കാണാതെയായ മറ്റൊരു ഏജന്റായ കേറ്റ് ഹോസൺ എന്ന യുവതിയെ തേടി ഇറങ്ങിയതാണ് ഈതൻ. അല്ല, നിങ്ങളുടെ വൈഫിനറിയോ നിങ്ങൾ തിരയുന്ന മിസ്സിംഗ് ഏജന്റ് കേറ്റ് ആണെന്ന് എന്ന് സ്റ്റാലിങ്സ് ഈതനെ ആക്കി തിരക്കുമ്പോൾ നോക്ക്, എനിക്കും ഗേറ്റിനിടയിൽ ഉണ്ടായിരുന്നതൊക്കെ അവസാനിച്ചു, പക്ഷെ അവൾ ഇപ്പോഴും എൻ്റെ പാർട്ട്ണറാണ് എന്ന് വെച്ചാൽ സംതിങ് എന്ന് പറയാൻ വരുന്നതും ഈതന്റെ കാർ എവിടെ ഇടിച്ചു കയറി ആക്സിഡന്റ് ആയിരുന്നു. അതിനെ തുടർന്നാണ് ഈതൻ ഇപ്പോൾ വേവൂഡ് പൈൻസിലെത്തിയതും. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ തന്നെ പരിചയപ്പെടുത്തുകയാണ് അവിടെ നിന്ന് നഴ്സ് പാം. അവർ ഈതനോട് പേര് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ എൻ്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഏജന്റ് സ്റ്റാലിങ്സ് എവിടെ എന്ന് തിരക്കുകയാണ് ഈതൻ. എന്നാൽ അങ്ങനെ ആരെയും അവിടെ കൊണ്ടുവന്നിട്ടില്ലെന്നറിയിക്കുകയാണ് പാം. അത് കേട്ട് അവരോട് തന്റെ ഭാര്യയെ കോൾ ചെയ്യണമെന്ന് ആവശ്യം പറയുകയാണ് ഈതൻ. അതിന് ഈതന്റെ ഫോണും മറ്റു കാര്യങ്ങളും ഒന്നും തങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും എമർജൻസി കോണ്ടാക്റ്റിനും മറ്റും ഈതൻ ഷെറിഫ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചാൽ മതിയെന്നും ഇതൊന്നും അല്ലാതെ വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, താൻ അവിടെ തന്നെ ഉണ്ടെന്ന് അറിയിച്ചു പോവുകയാണ് നഴ്സ് പാം. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ 2 ദിവസത്തിന് ശേഷം ഈതൻ വർക്ക് ചെയ്തിരുന്ന വാഷിംഗ്ടണിലെ സീക്രട്ട് സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ ചീഫായ ആദം ഹാസ്ലറിനോട് ഈതന്റെ കാർ അപകടത്തിൽപ്പെട്ടതും ഒപ്പമുണ്ടായിരുന്ന സ്റ്റാലിങ്സിന്റെ ബോഡി തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കത്തിക്കരിഞ്ഞ് തങ്ങൾക്ക് ലഭിച്ചതും അയാളുടെ അസിസ്റ്റന്റ് പറയുമ്പോൾ ആ കാറിലുണ്ടായിരുന്ന ഈതന്റെ കാര്യം തിരക്കുന്ന ആദം ഹാസ്ലർ ഐഡഹോ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് 1:21 ഈതൻ തന്റെ മെയിൽ ചെക്ക് ചെയ്തതാണെന്നും അതിനാൽ ഈതനും ആ കാറിലുണ്ടായിരുന്നു എന്നും ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈതന്റെ ഡെഡ് ബോഡി അവശേഷിപ്പ് കിട്ടാത്ത വിധം കത്തിപ്പോയിട്ടുണ്ടാവുമെന്ന നിഗമനത്തിലെത്തുന്ന അവർ ഈ വിവരം ഈതന്റെ കുടുംബത്തിനെ അറിയിക്കാമെന്ന് നിൽക്കുകയാണ്. മറുവശത്ത് ഈതന്റെ ഭാര്യ തെരേസ ഈതന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കി കോള് പോകുന്നില്ലെന്ന് കണ്ട് അയാളുടെ നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഫുഡും വാങ്ങി വരുന്ന ഈതന്റെ 14 വയസ്സുള്ള മകൻ ബെൻ അച്ഛനെ കോൾ ചെയ്തിട്ട് എന്തായെന്ന് അമ്മയോട് വന്ന് തിരക്കുകയാണ്. ആ സമയത്താണ് തെരേസയുടെ ഫോണിലേക്ക് ആദം ഹാസ്ലറുടെ കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന തെരേസയോട് ഈതന് ആക്സിഡന്റ് പറ്റിയത് അറിയിക്കുകയാണ് ആദം. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടായിട്ട് വേവൂഡ് പൈൻസിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഈതൻ മണിക്കൂറുകളായിട്ടും തന്നെ ഒരു ഡോക്ടറും വന്ന് ചെക്ക് ചെയ്യാത്തതിനെ കുറിച്ച് നഴ്സ് പാമിനോട് തിരക്കുകയാണ്. അതിന് അവിടുത്തെ ഡോക്ടർ കരോളിന് ഇന്ന് എമർജൻസി സർജറീസ് ഉണ്ടെന്നും ഈതന്റെ റിപ്പോർട്ട്സ് താൻ ഡോക്ടറിനെ കാണിച്ചിരുന്നുവെന്നും ഈതന്റെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു നിൽക്കുകയാണ് പാം. പക്ഷെ അത് കേട്ടിട്ടും ഇതെന്തൊരു ഹോസ്പിറ്റലാ, ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ എവിടെ എന്ന സംശയവും തന്റെ സാധനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈതൻ. അതിനൊക്കെ കൂളായി ചിരിച്ച് സ്നേഹത്തിൽ മറുപടി നൽകി നിൽക്കുകയാണ് പാം. അവരോട് തനിക്ക് ആ ഹോസ്പിറ്റലിലുള്ള ഫോണെങ്കിലും വേണമെന്ന് ആവശ്യം പറയുകയാണ് ഈതൻ. അത് കേട്ട് തങ്ങൾ പേഷ്യന്റിന്റെ റൂമിൽ ഫോൺ അനുവദിക്കില്ല എന്ന നിയമം പറയുന്ന പാം 1 മണിക്കൂറിൽ താൻ ഈതന് ഡിന്നറുമായി വരാമെന്ന് അവിടുന്ന് പോവുകയാണ്. തനിക്ക് തൃപ്തികരമായ മറുപടി കിട്ടാതെ ആകെ കലിപ്പാവുന്ന ഈതൻ ചികിത്സ ഒക്കെ മതിയെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ഡ്രസ്സ് എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ്. ആളൊഴി
ആളൊഴിഞ്ഞ റൂമുകളും മൊത്തത്തിൽ ഒരു ഈച്ചയനക്കം പോലും ഇല്ലാണ്ട് ആകെ ഇരുണ്ട വരാന്തയും ഒക്കെയായിട്ട് എന്തൊക്കെയോ നിഗൂഢത നിറഞ്ഞ ആ ഹോസ്പിറ്റൽ അന്തരീക്ഷം കണ്ട് പുറത്തേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറുന്ന ഈതന്റെ ഷോൾഡറിൽ പെട്ടെന്ന് ഒരു കൈ വന്ന് പിടിക്കുകയാണ്. അത് നഴ്സ് പാമായിരുന്നു. ഇവർ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു അല്ലേ? അവരോട് താൻ ഇവിടുന്ന് പോവുകയാണെന്ന് അറിയിക്കുകയാണ് ഈതൻ. അതോടെ ഭാവം മാറുന്ന പാം, മിസ്റ്റർ ഈതൻ, ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. പോകാൻ പറ്റിയ കണ്ടീഷനിലായിട്ടില്ല നിങ്ങൾ എന്ന് എലവേറ്റർ ഡോറിൽ കാൽ വെച്ച് നിൽക്കുമ്പോൾ കാലുമാറ്റി മാറി നിൽക്ക് എന്നവരോട് ചൂടാവുകയാണ് ഈതൻ. വരാനുള്ളത് വഴി തടയില്ല എന്ന് ഈതനെ അറിയിച്ചു മാറുകയാണ് പാം. അങ്ങനെ തന്റെ ഫോണും മറ്റും പോലീസ് സ്റ്റേഷനിൽ കാണുമെന്ന് നേരെ അവിടെയുള്ള ഷെരീഫ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ഈതൻ. എന്നാൽ അവിടെ സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുന്നതും അവിടെയെങ്ങും ആരെയും കാണാതെ വീണ്ടും നിരാശനാവുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് നാട്ടിൽ ഈതന്റെ ഭാര്യ തെരേസയുടെ ഭാവം കണ്ട് കാര്യം തിരക്കുകയാണ് അവരുടെ മകൻ ബെൻ. മകനോട് ഫോണിൽ ഈതന്റെ ചീഫ് ആഡം ഹാസ്ലർ ആയിരുന്നു എന്നും ഈതൻ ഒരു കാർ ആക്സിഡന്റിൽ പെട്ടു എന്നതും പറയുകയാണ് തെരേസ. അത് കേട്ട് അച്ഛൻ ജീവനോടെ ഉണ്ടോ എന്ന് വെപ്രാളപ്പെടുകയാണ് ബെൻ. അപകടം നടന്ന സ്ഥലത്ത് ഈതൻ ഇല്ലായിരുന്നു എന്ന് മകനെ സമാധാനിപ്പിച്ച് പറയുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടായിട്ട് വേവർഡ് പൈൻസിൽ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നു കയറുകയാണ് ഈതൻ. ഈതന്റെ കോലമൊക്കെ കണ്ട് അയാൾക്ക് എന്തു പറ്റിയെന്ന് വെപ്രാളപ്പെട്ട് തിരക്കുകയാണ് അവിടെ നിന്ന ലേഡി. അവരോട് ഒരു കാർ ആക്സിഡന്റ് ആയതാണെന്ന് അറിയിക്കുന്ന ഈതൻ തനിക്ക് ഒരു ഫോൺ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് നൽകാമെന്ന് സമ്മതിക്കുന്ന ആ ലേഡിയോട് തനിക്ക് ഒരു ചീസ് ബർഗർ കൂടി വേണമെന്ന് അറിയിക്കുന്ന ഈതൻ. എന്റെ വാലറ്റ് അപകടത്തിൽ നഷ്ടമായി. ഞാൻ ഷെരീഫ് സ്റ്റേഷനിൽ പോയിരുന്നു. ആ ഹോസ്പിറ്റലിലെ നഴ്സ് എൻ്റെ സാധനങ്ങൾ അവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. പക്ഷെ സ്റ്റേഷൻ അടച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്യാഷ് തരാം ഏത് നിൽക്കുമ്പോൾ അത് സമ്മതിച്ചവർ നിങ്ങളെന്തിനാ വേവർഡ് പൈൻസിൽ വന്നത് എന്ന് തിരക്കുകയാണ്. അവരോട് താൻ ഒരു സീക്രട്ട് സർവീസ് ഏജന്റ് ആണെന്ന് അറിയിക്കുന്ന ഈതൻ. ബവേർലി എന്ന ആ ലേഡിയുടെ പേരും ചോദിച്ച് മനസ്സിലാക്കി തന്നെയും പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. ശേഷം തന്റെ ഭാര്യ തെരേസയെ കോൾ ചെയ്യാൻ നോക്കുന്ന ഈതൻ തെരേസയുടെ ഫോണിലേക്ക് കോള് പോകുന്നില്ലെന്ന് കണ്ട്, തെരേസ, ഇത് ഞാനാ, നോക്ക്, അവരിപ്പോൾ നിന്നോട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് അറിയിച്ച് കാണും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഫോണും പേഴ്സും ഒക്കെ നഷ്ടമായി. ഞാൻ ഐഡഹോയിലെ വേവർഡ് പൈൻസിലുണ്ട്. ഈ മെസ്സേജ് നീ കണ്ട വേവർഡ് പൈൻസ് ഹോട്ടലിലേക്ക് വിളിക്കുക കേട്ടോ. ലവ് യു, ബൈ എന്ന് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അപ്പോഴേക്കും ബർഗറുമായി അവിടെ എത്തിയിരുന്നു ബവേർലി. ഈതനോട് സംസാരിക്കുന്നവർ ഈതൻ ഇവിടെ കാണാതായ രണ്ടുപേരെ തിരഞ്ഞ് എത്തിയതാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നിൽക്കുകയാണ്. അവരോട് കേറ്റ് ഹോസൺ, ബിൽ ഈവൻസ് എന്ന താൻ തിരയുന്നവരുടെ പേരൊക്കെ പറയുകയാണ് ഈതൻ. ആ പേരൊക്കെ കേട്ട് ആകെ ഒരു വല്ലായ്മയിൽ നിൽക്കുന്ന ബവേർലി ഒരു പേപ്പർ എടുത്ത് എന്തൊക്കെയോ കുറിച്ച ശേഷം, നിങ്ങൾക്ക് ഫോണില്ലല്ലോ, ID കാർഡില്ല, ക്യാഷ് ഇല്ല, ഈ ടൗണിലെ വേറെ ആരെയും അറിയില്ല, ഇത് എൻ്റെ അഡ്രസ്സാണ്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ വന്നാൽ മതി കേട്ടോ എന്നവിടുന്ന് പോവുകയാണ് ബവേർലി. ബവേർലി കൊടുത്ത ആ പേപ്പർ നോക്കുന്ന ഈതൻ അതിൽ അഡ്രസ് അല്ലാണ്ട് വേവർഡ് പൈൻസിൽ ചീവീടുകളില്ല എന്ന മറ്റൊരു നോട്ടും കാണുകയാണ്. നമ്മളെപ്പോലെ അതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ നിൽക്കുകയാണ് ഈതൻ. പിന്നീട് അവിടെ ഹോട്ടൽ തിരഞ്ഞു നടക്കുന്ന ഈതൻ പെട്ടെന്നാണ് ചെടികൾക്കിടയിൽ ചീവീട് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. അവിടെ ചീവീടുകളൊന്നുമില്ല എന്ന ബവേർലിയുടെ കുറിപ്പ് ഓർത്ത് ആ ചെടിക്ക് അടുത്തേക്ക് ചീവീടിനെ നോക്കാൻ ചെല്ലുമ്പോഴുണ്ട് അവിടെ ചെടികൾക്കിടയിൽ ഒരു സ്പീക്കർ. അതിൽ നിന്നാണ് രാത്രിയുടെ പ്രതീതി നൽകുന്ന ആ ചീവീടിന്റെ ശബ്ദമൊക്കെ കേട്ടത്. എന്ത് വിചിത്രമായ നഗരം അല്ലേ? ആ സീനും അവിടെ കട്ടായിട്ട് പിറ്റേ ദിവസം വേവർഡ് പൈൻസിലെ ഹോട്ടൽ റൂമിൽ ഉറങ്ങുന്ന ഈതനെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതാണെന്ന് അവിടുത്തെ സ്റ്റാഫ് വന്ന് വിളിച്ചു നടത്തുകയാണ്. ആ സ്റ്റാഫിനോട് അവിടെയുള്ള ഫോൺ വർക്കിംഗ് അല്ലാത്തതും തന്നെ തിരക്കി ആരെങ്കിലും അവിടേക്ക് കോൾ ചെയ്തിരുന്നോ എന്നും തിരക്കുകയാണ് ഈതൻ. അതിന് ഈതനെ ഇതുവരെ ആരും കോൾ ചെയ്തിട്ടില്ലെന്ന് അറിയിക്കുന്ന ആ സ്റ്റാഫ് ക്യാഷും ഇല്ലാണ്ട് നിൽക്കുന്ന ഈതൻ എത്രയും വേഗം റൂം ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ക്യാഷും ഇല്ല, ഫോണും ഇല്ല, ആകെപ്പെട്ട അവസ്ഥയിൽ അറിയാത്തൊരു സ്ഥലത്ത് അകപ്പെട്ട ഈതൻ അവസാന വഴി എന്നോണം തലേന്ന് രാത്രി പരിചയപ്പെട്ട ബവേർലി നൽകിയ അഡ്രസ്സിലുള്ള വീട്ടു നമ്പർ നോക്കി നടന്ന് വളരെ പഴക്കം ചെന്ന ഇടിഞ്ഞു വീഴാറായ പ്രേതാലയം പോലത്തെ ഒരു വീടിന് മുൻപിൽ എത്തി നിൽക്കുകയാണ്. ബവേർലി ഇവിടെയാണോ താമസിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മളെപ്പോലെ തന്നെ കിളിയും പോയി ബവേർലിയും വിളിച്ച് സംശയിച്ച് ആ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ് പുള്ളി. എന്നാൽ ആ വീടിനുള്ളിൽ ഇതിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അവിടെ ഒരു റൂമിൽ പുഴുക്കൾ അരിച്ച് അഴുകി തുടങ്ങിയ നിലയിൽ ദുർഗന്ധം വമിച്ച് ഒരു പുരുഷന്റെ ഡെഡ് ബോഡി.
അത് കണ്ട് മൂക്കുകൊത്തി നിന്നു പോകുന്ന ഈതൻ അത് താൻ തിരക്കി വന്ന ബിൽ ഈവൻസിന്റെ ഡെഡ് ബോഡി ആണെന്ന സത്യം മനസ്സിലാക്കുകയാണ്. അതോടെ വെപ്രാളത്തിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഈതൻ. നേരെ വീണ്ടും ഷെരീഫ് സ്റ്റേഷനിലേക്ക് വന്ന് സ്പെഷ്യൽ ഏജന്റ് ഈതൻ ബർഗ്, എനിക്ക് ഇവിടുത്തെ ഷെരീഫിനൊന്ന് കാണണം എന്ന് ഈതൻ നിൽക്കുമ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ലാണ്ട് ചീട്ടും കളിച്ച് അവിടെ ഇരിക്കുന്ന ലേഡി ഷെരീഫിനെ വിളിച്ച് അനുവാദം ചോദിച്ച് ഈതനെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഷെരീഫിന് മുൻപിൽ ചെന്ന് ഈതൻ ബർഗ് സീക്രട്ട് സർവീസ് എന്നീതൻ നിൽക്കുമ്പോൾ ഐസ്ക്രീമും തിന്ന് അർണോൾഡ് പോപ്പ്, ഷെരീഫ് 2 ദിവസം മുമ്പ് നിങ്ങൾക്കൊരു അപകടം പറ്റിയെന്ന് കേട്ടല്ലോ, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് നിൽക്കുകയാണ് ഷെരീഫ് പോപ്പ്. ഇവിടെ ഒരു വീട്ടിൽ ഞാനൊരു ഡെഡ് ബോഡി കണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അവസ്ഥ ബെറ്റർ ആണ്. കഴിഞ്ഞ രാത്രി ഒരു ബാർടെൻഡർ എനിക്ക് തന്ന അഡ്രസ്സിൽ ഞാൻ പോയതാ, എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് അവൾ നമ്പർ തന്നില്ല എന്ന് ഈതൻ പറയുമ്പോൾ, നിങ്ങൾ ഇവിടെയല്ലേ, ഇനിയിപ്പോൾ എന്തിനാ നിങ്ങൾക്ക് ഫോൺ എന്ന് എന്തോ അർത്ഥം വെച്ച് പറയുകയാണ് ഷെരീഫ്. അത് കേട്ട് തൻ്റെ പേഴ്സും ഫോണും ഷെരീഫ് സ്റ്റേഷനിലുണ്ടെന്ന് നഴ്സ് പാം പറഞ്ഞത് ഓർക്കുന്ന ഈതൻ അത് ഷെരീഫിനോട് ചോദിക്കുകയാണ്. ആ ലേഡിയുടെ ഈ പൊട്ടത്തിൽ ആരാ പറഞ്ഞേ? അല്ല, നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് നിൽക്കുകയാണ് ഷെരീഫ് പോപ്പ്. അയാളുടെ ആ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം കണ്ട് അസ്വസ്ഥമാവുന്ന ഈതൻ അവിടെയുള്ള ഫോണിൽ നിന്ന് താൻ ഒരു കോൾ ചെയ്തോട്ടെ എന്ന് തിരക്കുകയാണ്. അതിന് ഈതൻ ഏതോ ഡെഡ് ബോഡി കണ്ട കഥ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി പറഞ്ഞിട്ട് എത്ര കോൾ വേണമെങ്കിലും ചെയ്തോളാൻ പറയുകയാണ് ഷെരീഫ്. അതോടെ ബാർടെൻഡർ നൽകിയ അഡ്രസ്സിൽ അവരെ തിരക്കി പോയ തൻ്റെ കൊളീഗായ താൻ തിരക്കി വന്ന 2 പേരിൽ ഒരാളായ ഏജന്റ് ഈവൻസ് അതിക്രൂരമായ നിലയിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത് വിവരിക്കുകയാണ്. എല്ലാം കേട്ട് ഈതൻ തിരയുന്ന രണ്ടാമത്തെ ആളുടെ പേര് തിരക്കുകയാണ് ഷെരീഫ്. കേറ്റ് ഹൂസൺ, 27 വയസ്സ്, ചുവന്ന മുടി, കുഞ്ഞു കണ്ണുകൾ, കാണാൻ അതിസുന്ദരി, ആർക്കും ഇഷ്ടപ്പെടും എന്ന് വർണ്ണിച്ച് കാട് കയറുമ്പോൾ സംഗതി താൻ പറയാൻ വന്നത് ഇതല്ലല്ലോ എന്നോർക്കുന്ന ഈതൻ താൻ ഒരു കോൾ ചെയ്തോട്ടെ എന്ന് വിഷയത്തിലേക്ക് വരികയാണ്. അത് കേട്ട് മരിച്ച ഏജന്റിന്റെ ആ ബോഡി കണ്ട അഡ്രസ്സ് തിരക്കുകയാണ് ഷെരീഫ്. അവിടേക്ക് പോകാനൊരുങ്ങുന്ന ഷെരീഫിനൊപ്പം താനും വരുന്നെന്നിരിക്കുകയാണ് ഈതൻ. അയാൾ വരേണ്ടത് ഇല്ലെന്നിരിക്കുകയാണ് ഷെരീഫ് പോപ്പ്. ആ സീൻ അവിടെ കട്ടായിട്ട് നാട്ടിൽ ഈതന്റെ ആക്സിഡന്റ് സംഭവിച്ച കാർ വന്ന് കാണുക അയാളുടെ ചീഫ് ആഡം ഹാസ്ലർ. ആ കാറിന്റെ ഗ്യാസ് മൊഡ്യൂൾ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഈതൻ ആ കാറിൽ സഞ്ചരിച്ചിരുന്നു എന്നതിന് പോലും തെളിവ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഷെരീഫ് സ്റ്റേഷനിലെ ഫോൺ എടുത്ത് ഭാര്യയെ വിളിക്കാൻ നോക്കി കോൾ കണക്ട് ആവാതെ മെസ്സേജ് ഇട്ടിരിക്കുകയാണ് ഈതൻ. ശേഷം തന്റെ സീക്രട്ട് സർവീസ് ഏജൻസിയിലേക്ക് കോൾ ചെയ്യുന്ന ഈതന് അപ്രതീക്ഷിതമായി ആ കോൾ കണക്ട് ആവുകയാണ്. മറുവശത്ത് കോൾ എടുത്ത കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായ മാഴ്സി എന്ന യുവതിയോട് ഈതൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഈതനെ അവർക്കോ ഈതന് അവരെയോ അറിയില്ലെന്ന അവസ്ഥയായിരുന്നു. കാരണം ഈ മാഴ്സി ജോലിക്ക് ജോയിൻ ചെയ്ത് 3 ദിവസമേ ആയുള്ളൂ അത്രേ. അത് മനസ്സിലാക്കി തനിക്ക് ചീഫായ ആഡം ഹാസ്ലറിനോട് സംസാരിക്കണമെന്ന് പറയുകയാണ് ഈതൻ. ആഡം ഓഫീസിലില്ലെന്ന് ആ ലേഡി മറുപടി പറയുമ്പോൾ അയാളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്ന ഈതൻ, നോക്കൂ മാഴ്സി, ഞാൻ ഐഡഹോയിലെ വേവർഡ് പൈൻസിലുണ്ട്. ഞാനിവിടെ നമ്മുടെ ഒരു ഏജന്റിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു. ആഡം ഹാസ്ലറിനെ ഉടൻ ഈ വിവരം അറിയിക്കണം. അതിപ്പോൾ അയാൾ ഏത് നരകത്തിലാണെങ്കിലും ഓക്കെ, ഈതൻ ബർഗ് വിളിച്ചെന്ന് പറഞ്ഞേക്ക് എന്ന് ചൂടായി കോൾ കട്ട് ചെയ്യുകയാണ് ഈതൻ. പിന്നീട് തലേ ദിവസം താൻ ചെന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന ഈതൻ അവിടെ ഇരുന്ന ആളോട് ബെവർലിയെ തിരക്കുകയാണ്. അത് കേട്ട് അവിടെ താനും സ്റ്റീവ് എന്ന മറ്റൊരാളും മാത്രമാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയിക്കുന്ന അവിടെ ഇരുന്ന ആളോട്, അപ്പോൾ ഇന്നലെ ഇവിടെ ഇരുന്നല്ലേ അവൾ എന്നോട് സംസാരിച്ചത്, അവൾ കൊണ്ടുവന്ന ബർഗർ കഴിക്കുകയും ചെയ്തു എന്ന് തർക്കിക്കുകയാണ് ഈതൻ. അതോടെ ഇന്നലെ നന്നായി മദ്യപിച്ചായിരുന്നല്ലേ എന്ന് ഈതനെ കളിയാക്കി വിടുകയാണ് ആ ബാർടെൻഡർ. ദേഷ്യം വന്ന ഈതനാവട്ടെ അയാളുടെ കോളറിൽ പിടിച്ച് അയാളെ തള്ളിവിട്ട്, എനിക്ക് ഈ നശിച്ച സ്ഥലത്തുനിന്ന് പോകണം, ഒന്നാമത് ഭ്രാന്തിളകി നിൽക്കുക ഞാൻ, ആ പെണ്ണ് ഇവിടെ ഇല്ലെന്ന് കൂടി പറയില്ല കേട്ടോ, ബെവർലി എന്ന് വിളിച്ചു നിൽക്കുമ്പോൾ ഈതനെ പുറകേന്ന് അടിച്ചു വീഴ്ത്തുന്ന ആ ബാർടെൻഡർ വോക്കിയെടുത്ത് 10, 16, 28 ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആർക്കോ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈതന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം. തൻ്റെ മകൻ ബെന്നിന്റെ പിറന്നാൾ ദിവസം മകന് സർപ്രൈസായി ഗിത്താറൊക്കെ നൽകി നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരിക്കലും വേർപിരിയരുത് എന്ന് ആവശ്യം പറഞ്ഞു നിൽക്കുകയാണ് ബെൻ. ആ സമയത്താണ് ഈ വേവർഡ് പൈൻസിലേക്ക് പോകാനുള്ള അറിയിച്ചുകൊണ്ടുള്ള കോൾ ഈതന് വരുന്നത്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ വീണ്ടും വേവർഡ് പൈൻസിലെ ഹോസ്പിറ്റൽ ബെഡിൽ ബോധം തെളിഞ്ഞുണരുകയാണ് ഈതൻ. പക്ഷെ ഇത്തവണ പുള്ളിക്കാരന്റെ കൈകാലുകൾ കട്ടിലിൽ ബന്ധിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഈതനരികിൽ വന്ന് അയാളെ പരിചയപ്പെടുകയാണ് ആ ഹോസ്പിറ്റലിലെ അല്പം പ്രായം ചെന്ന ഡോക്ടർ ജെങ്കിൻസ്. ഈതനോട് ഇപ്പോഴും തലവേദന ഉണ്ടോ എന്ന് തിരക്കുന്ന ആ ഡോക്ടർ മുൻപ് ഈതന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം നേരിട്ടിരുന്നോ എന്നുകൂടി തിരക്കുമ്പോൾ, നിങ്ങൾ ഏത് വിഭാഗം ഡോക്ടറാ എന്ന് തിരക്കുകയാണ് ഈതൻ. ഞാൻ സൈക്യാട്രിസ്റ്റ്.
നിങ്ങളുടെ MRI സ്കാനിൽ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉള്ളതായി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്. ഉടൻ തന്നെ ഒരു സർജറി വേണം. ആ ബ്ലഡൊക്കെ നീക്കം ചെയ്യണം എന്നുകൂടി ആ ഡോക്ടർ പറയുമ്പോൾ എങ്കിൽ തന്നെ ഉടൻ ബോയ്സിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട് ക്ഷുഭിതനായി കിടക്കുകയാണ് ഈതൻ. ആ സമയത്ത് അവിടേക്ക് വരുന്ന നഴ്സ് പാം സർജറി ചെയ്യാൻ ഈതനെ ബോധം കെടുത്താനുള്ള ഇഞ്ചക്ഷൻ അയാൾക്ക് നൽകാൻ ശ്രമിക്കുകയാണ്. അതിന് സമ്മതിക്കാതെ ബലം പിടിച്ചു കിടക്കുകയാണ് ഈതൻ. അതോടെ ഈതന്റെ തുടയിലേക്ക് സിറിഞ്ചിറക്കുന്ന പാം ശേഷം കൂളായി ചൂളം അടിച്ച് സ്ട്രെച്ചറിൽ ഈതനെ ഓപ്പറേഷൻ റൂമിന് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ റൂമിന്റെ ഡോറിനരികിൽ സ്ട്രെച്ചർ നിർത്തി അവർ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സർജിക്കൽ ടൂൾസ് കണ്ട് ഭയന്ന് കിടക്കുകയാണ് ഈതൻ. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആരോ ഈതൻ കിടക്കുന്ന ആ സ്ട്രെച്ചർ അവിടുന്ന് നീക്കുകയാണ്. അത് ബെവേർലി ആയിരുന്നു. എവിടെ നിന്നോ വന്ന ആ ലേഡി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടുന്ന് സുരക്ഷിതനായ ശേഷം സംസാരിക്കാം എന്ന് ഈതനെ അവിടുന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. തനിക്ക് ഇവിടെ ഉള്ളൊരു വട്ടത്തി നേഴ്സ് സെഡേറ്റീവ് കുത്തിവെച്ചിട്ടുണ്ടെന്നും 5 മിനിറ്റിൽ കൂടുതൽ തനിക്ക് പിടിച്ചു നിൽക്കാനാവുമോ എന്നുമുള്ള സംശയം പറയുന്ന ഈതൻ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ പ്രകാരം അവിടെ നിലത്ത് ഒരു റൂമിലേക്ക് എന്നതുപോലെ വെള്ളം നനഞ്ഞു കിടക്കുന്നത് കണ്ട് ബെവേർലിയെ ആ റൂമിന് ഉള്ളിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. ശേഷം അതിന് ഓപ്പോസിറ്റ് സൈഡിലെ മറ്റൊരു റൂമിൽ കയറുന്ന ഈതൻ അവിടെ ഉണ്ടായിരുന്ന മിറർ അടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഡോർ സൈഡിൽ മറഞ്ഞു നിന്ന് ആ മിററിലൂടെ പുറത്തേക്ക് പാമോ വേറെ ആരെങ്കിലുമോ ഒക്കെ വരുന്നുണ്ടോ എന്നത് നോക്കിക്കാണുകയാണ്. അപ്പോഴേക്കും പുറത്ത് നഴ്സ് പാം കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ആയിട്ട് ഈതനെ തിരഞ്ഞെത്തിയിരുന്നു. ഈതന്റെ പ്ലാൻ പോലെ വെള്ളം നനഞ്ഞു കിടക്കുന്ന റൂമിനുള്ളിൽ ഈതൻ ഒളിച്ചിരിക്കുകയാവും എന്ന് കരുതുന്ന ആ നഴ്സ്, മിസ്റ്റർ ഈതൻബർഗ്, ഒളിക്കാൻ ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. പുറത്തേക്ക് വാ, സർജറിക്കുള്ള അനസ്തേഷ്യ തരാനുള്ളതാ. ഞാൻ മുന്നേ സെഡേറ്റീവ് എന്നത് ഓർമ്മയില്ലേ? എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബോധം പോവും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ താൻ മയങ്ങിപ്പോവും എന്നതിനാൽ പെട്ടെന്ന് ആ സൈക്കോ നഴ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഈതൻ. തലയിടിച്ച് അവിടെ നിലത്തേക്ക് വീണു പോവുകയാണ് ആ നഴ്സ്. പക്ഷെ അപ്പോഴേക്കും സെഡേറ്റീവിന്റെ എഫക്റ്റിൽ ഈതനും കാലുകൾ തളരാൻ തുടങ്ങിയിരുന്നു. ഈതൻ അങ്ങനെ മയങ്ങി പോകരുതെന്ന് എവിടെയെങ്കിലും ഒളിക്കണമെന്ന് അയാളെ താങ്ങി പിടിച്ച് പുറത്തേക്ക് നടക്കുകയാണ് ബെവേർലി. അങ്ങനെ മഴയിൽ ആ ഹോസ്പിറ്റലിന് പുറത്തേക്ക് അവിടെ നിന്ന് അകലെയായി ബെവേർലിക്ക് പരിചിതമായ ഒരു ഒളിത്താവളത്തിൽ ഈതനെ കൊണ്ടിരുത്തിയ ബെവേർലിയോട്, നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഇതൊക്കെ തൻ്റെ ഹാലൂസിനേഷൻ ആണോ എന്ന് സംശയിച്ച് തിരക്കുകയാണ് ഈതൻ. അതെ, അവർ നിങ്ങളുടെ മനസ്സ് തകർക്കാൻ നോക്കുന്നതാ എന്ന് അതിന് ബെവേർലി മറുപടി നൽകുമ്പോൾ താൻ കണ്ട കൊല്ലപ്പെട്ട ഈവൻസിന് എന്ത് പറ്റിയതാണെന്ന് തിരക്കുകയാണ് ഈതൻ. ഈവൻസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണെന്ന് മാത്രം പറയുന്ന ബെവേർലി താൻ ഒരു സോഫ്റ്റ്വെയർ സെയിൽസ് റെപ്പായിരുന്നതും തനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി പിന്നീട് ഉണർന്നപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ് മെമ്മറി ലോസ് ആയെന്ന് ഇവർ പറഞ്ഞ തന്റെ ഫ്ലാഷ് ബാക്ക് കൂടി പറയുമ്പോൾ പാതി മയക്കത്തിലായി തുടങ്ങിയ ഈതൻ ബെവേർലി ഇവിടെ എത്തിയത് ഏത് വർഷം ആയിരുന്നെന്ന് തിരക്കുകയാണ്. ഒക്ടോബർ 21, 1999. സത്യത്തിൽ അടുത്ത ആഴ്ച ഞാനിവിടെ ഈ വേവർഡ് പൈൻസിലെത്തിയിട്ട് 1 വർഷമാവും എന്ന് അവർ വിശദീകരിക്കുമ്പോൾ, എന്ത്, നീ കരുതുന്നത് ഇത് 2000 ആണെന്നാണോ? ഇത് വർഷം 2014 എന്ന് ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് അറിയിച്ച് മയങ്ങി പോവുകയാണ് ഈതൻ. സത്യത്തിൽ നമ്മൾ എന്തായി കേട്ടത്? ഇതെങ്ങനെ സംഭവിക്കും? നമുക്ക് വഴി അറിയാമേ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നാട്ടിൽ തന്റെ ഭർത്താവ് ഈതൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിന് യാതൊരു തെളിവുമില്ല. താൻ എന്തു മനസ്സിലാക്കണമെന്ന് ആദം ഹാസ്ലറിനെ വന്ന് കണ്ട് തിരക്കുന്ന തെരേസയോട് ഈതൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫോൺ കോളോ മെസ്സേജോ അല്ലെങ്കിൽ അയാളെ കണ്ടതായി ആരും പറഞ്ഞറിയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇനി ആ കാറപകടത്തിൽ മരിച്ചെങ്കിൽ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് ഈതന്റെ രക്തമോ സ്കിന്നിന്റെയോ ഹെയറിന്റെയോ വിയർപ്പിന്റെയോ ഒന്നും DNA പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന അവസ്ഥ പറയുകയാണ് ആദം. എല്ലാം കേട്ട തെരേസ ഈതൻ അയാളുടെ കാമുകിക്കൊപ്പം നാടുവിട്ടതാണോ എന്ന സംശയം തിരക്കുകയാണ്. തനിക്ക് അതിനെക്കുറിച്ചും അറിയില്ലെന്ന് നിൽക്കുന്ന ആദം താൻ ഈതനെ കണ്ടെത്തിയിരിക്കും എന്ന് തെരേസയ്ക്ക് വാക്ക് നൽകി അവിടുന്ന് പോവുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ വേവർഡ് പൈൻസിൽ ഉറക്കമുണർന്ന ഈതൻ തനിക്കരികിൽ ബെവേർലിയോ മറ്റാരുമില്ലെന്ന് കണ്ട് ഷൂസ് ഒക്കെ എടുത്തിട്ട് ഡ്രസ്സും മാറി അപരിചിതമായ ആ ടൗണിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ ആ ടൗണിൽ ഒരു പാർട്ടി നടക്കുന്നത് കാണുന്ന ഈതന്റെ കണ്ണുകൾ അവിടെ നിന്ന് ഒരു ലേഡിയിൽ ഉടക്കുകയാണ്. പെട്ടെന്ന് തന്റെ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ് പുള്ളി. ജോലി സ്ഥലത്ത് തന്റെ സ്ട്രെസ്സിൽ ഒറ്റയ്ക്ക് മാറി വന്നിരിക്കുന്ന ഈതനെ കോൺഫറൻസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു അയാളുടെ സഹപ്രവർത്തകയായ കെയ്റ്റ്. ഈതൻ ആകെ ഡിപ്രസ്ഡ് ആണെന്ന് കണ്ട് അയാളോട് ആശ്വാസകരമായ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുന്ന കെയ്റ്റിനെ ഹഗ് ചെയ്ത് കിസ് ചെയ്യുകയാണ് ഈതൻ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ അതെ, ഈതൻ തിരക്കി വന്ന അതേ കെയ്റ്റ് ആയിരുന്നു ഇത്.
പക്ഷെ തനിക്ക് അറിയാമായിരുന്ന വളരെ ചെറുപ്പമായിരുന്ന കേറ്റിൽ നിന്ന് അല്പം പ്രായം ചെന്ന കേറ്റിനെയായിരുന്നു ഈതൻ കണ്ടെത്തിയത്. വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന കേറ്റ് ആവട്ടെ അവരുടെ ഭർത്താവ് എന്ന് തോന്നിക്കുന്ന ഹറോൾഡ് എന്ന ഒരു വ്യക്തിയെയും വിളിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അവർക്ക് പുറകെ പോകുന്ന ഈതൻ ആ വീടിന്റെ ഡോറിൽ തട്ടി വിളിച്ച് നിൽക്കുമ്പോൾ ഡോർ തുറന്നു വന്ന ഹറോൾഡ് എന്ന ആളിനോട് കേറ്റ് എവിടെ, ഞാൻ അവളുടെ ഒരു ഫ്രണ്ടാണ് എന്ന് നിൽക്കുമ്പോൾ കേറ്റിനെ വിളിക്കുകയാണ് ഹറോൾഡ്. അവിടേക്ക് വരികയാണ് കേറ്റിനെ കണ്ടതോടെ ഞാനിവിടെ നിന്നെ തിരക്കി വന്നതാ എന്ന് ഈതൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു എന്ന് ഈതൻ എന്നൊരാളെ കണ്ടുപോലും പരിചയമില്ലാത്ത പോലെ നിൽക്കുകയാണ് കേറ്റ്. എന്നാൽ ഈതൻ അങ്ങനെ പോകുന്ന ലക്ഷണമില്ലെന്ന് കാണുന്ന അവർ ഒടുവിൽ ഈതനെയും കൂട്ടി മാറിയിരുന്ന് നോക്ക്, അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് അവിടെ ഫാനിലുള്ള ഒരു ചെറിയ ക്യാമറ ഒക്കെ കാട്ടിക്കൊടുത്ത് പറയുമ്പോൾ ആര് കാണുമെന്ന് കേറ്റ് എന്ത് കുന്തോ നീ പറയുന്നേ എന്ന് മനസ്സിലാവാതെ ചോദിച്ചിരിക്കുന്ന ഈതൻ നിന്നെ കാണാൻ എന്നുകൂടി പറയാൻ വരുമ്പോൾ എല്ലാവരും വയസ്സാവും ഈതൻ, 12 വർഷങ്ങളായില്ലേ ഞാനിവിടെ എന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈതനെ കണ്ടതുപോലെ പറയുകയാണ് കേറ്റ്. അത് കേട്ടതും ഒരിക്കലുമില്ല, 5 ആഴ്ച മുൻപ് വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന് കേറ്റിന് തെറ്റിയതാവുമെന്നിരിക്കുകയാണ് ഈതൻ. തനിക്ക് അയാളോട് ഒന്നും പറയാനില്ലെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന കേറ്റ് വേഗം ഇവിടുന്ന് പൊയ്ക്കോ, എൻ്റെയും ഹറോൾഡിൻ്റെയും ജീവിതം കൂടി പ്രശ്നത്തിലാക്കരുത് എന്നുകൂടി പറയുമ്പോൾ ആരാ പ്രശ്നമെന്നോ എന്താ പ്രശ്നമെന്നോ അറിയാതിരിക്കുകയാണ് ഈതൻ. അയാളോട് നിങ്ങൾക്കിവിടെ സന്തോഷകരമായൊരു ജീവിതം ആശംസിക്കുന്നു എന്ന് വിഷ് ചെയ്തു പോവുകയാണ് കേറ്റ്. എല്ലാം കേട്ട് ഇതൊക്കെ തനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമായതാണോ അതോ ഇവിടെ ഉള്ളവർക്ക് മൊത്തം വട്ടായതാണോ എന്ന് മനസ്സിലാവാതെ ആ സംശയം വിളിച്ചു ചോദിക്കുകയാണ് ഈതൻ. അതിന് മറുപടി നൽകാതെ കേറ്റ് പോകുമ്പോൾ അവിടെ ഫാനിലുള്ള ക്യാമറയും ചെടികൾക്കിടയിലെ സ്പീക്കറും എല്ലാം ഓർത്ത് അവിടെ അടുത്ത് പാർക്ക് ചെയ്തിരുന്ന ആരുടെയോ കാറിനടുത്തേക്ക് ചെന്ന് ആ കാർ ഗ്ലാസ് തകർക്കുന്ന ഈതൻ ആ കാറും എടുത്ത് ടൗണിന് പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ പുറകെ ഓടി വരികയാണ് ആ കാറിന്റെ ഓണർ. അപ്പോഴേക്കും വളരെ ദൂരം പോയ ഈതൻ എങ്ങനെയെങ്കിലും ഈ നശിച്ച നഗരത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് തീരുമാനിച്ചു വണ്ടി ഓടിക്കുകയാണ്. പക്ഷെ പുള്ളിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ആ റോഡ് ഒരു ലൂപ്പ് പോലെ വീണ്ടും അയാളെ വേവ്വുഡ് പൈൻസിൽ തന്നെ എത്തിക്കുകയാണ്. ഇനി ഇവിടുന്ന് പുറത്തു കടക്കാൻ റോഡൊന്നും കാണില്ലേ എന്ന് ചിന്തിക്കുന്ന ഈതൻ അവിടെ പൈൻ ഫോറസ്റ്റിനടുത്ത് വണ്ടി നിർത്തി അതിനുള്ളിലേക്ക് കയറി ചെന്ന് അവിടെ കണ്ട ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് വലിഞ്ഞേറുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നാട്ടിൽ മഴയിൽ ആരെയോ കാണാൻ വന്ന് നിൽക്കുകയാണ് ഈതന്റെ ചീഫ് ആദം ഹാസ്ലർ. പെട്ടെന്ന് അവിടേക്ക് വരികയാണ് വേവ്വുഡ് ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ട അതേ ഡോക്ടർ ജെങ്കിൻസ്. ആദം, നീ എന്നെ കാണുമെന്ന് പറഞ്ഞോ എന്ന് ഡോക്ടർ ജെങ്കിൻസ് തിരക്കുമ്പോൾ സമയം ബാക്കിയുണ്ടെങ്കിൽ എനിക്കിത് അവസാനിപ്പിക്കണം എന്നറിയിക്കുകയാണ് ആദം. എല്ലാം നടന്നു കഴിഞ്ഞു ആദം, നീ വറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് എന്തൊക്കെയോ അർത്ഥം വെച്ച് ഡോക്ടർ ജെങ്കിൻസ് സംസാരിക്കുമ്പോൾ നിസ്സംഗഭാവത്തിൽ അവിടുന്ന് പോവുകയാണ് ആദം. ശരിക്കും ഈ ഡോക്ടർ ജെങ്കിൻസിനും ആദം ഹാസ്ലറിനും ഇടയിൽ എന്താവും ബന്ധം നമുക്ക് നോക്കാം. മറുവശത്ത് തന്റെ ഫോണിൽ ഈതന്റെ ഒരു മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നിരാശയായി നിൽക്കുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇങ്ങ് വേവ്വുഡ് പൈൻസിൽ നമ്മുടെ ഈതൻ ഒരു പടുകൂറ്റൻ ഇലക്ട്രിക് ഫെൻസിന് സമീപം വന്ന് നിൽക്കുകയാണ്. അതിൽ ഇലക്ട്രിക് റിസ്ക് വാർണിംഗും വേവ്വുഡ് പൈൻസിലേക്ക് തിരികെ പോകണമെന്നും ഇതിനപ്പുറം മരണമാണ് എന്നുമെല്ലാമുള്ള വാർണിംഗ്സ് കാണുകയാണ് പുള്ളി. ഇതെന്ത് തേങ്ങയാണ് എന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ വേവ്വുഡ് പൈൻസിന്റെ ഒരു ലോങ് ഷോട്ട് കാണുന്നത്. പുറം ലോകത്ത് നിന്ന് ഇലക്ട്രിക് ഫെൻസുകളാലും പട്ടുകൂറ്റൻ മലകളാലും വേർതിരിക്കപ്പെട്ട ഒരു ചെറിയ നഗരം, അതാണ് വേവ്വുഡ് പൈൻസ്. അവിടെയാണ് ഈതൻ ഇപ്പോൾ പെട്ടുകിടക്കുന്നത്. ആ സത്യം മനസ്സിലാക്കി തിരിഞ്ഞ് ഓടി വന്ന് കാറിൽ കയറിയിരിക്കുകയാണ് ഈതൻ. അപ്പോഴേക്കും അവിടെ ഈതനെ പ്രതീക്ഷിച്ചതുപോലെ ഷെറിഫ് പോപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈതന്റെ കാറിന് അരികിൽ വരുന്ന അയാൾ അധിക ദൂരം പോയി കാണില്ലല്ലോ അല്ലേ എന്ന് പുച്ഛിച്ച് തിരക്കുമ്പോൾ ഇവിടുന്ന് ഞാൻ എങ്ങനെ പുറത്തു പോകും എന്ന് ആകെ പതറി തിരക്കിയിരിക്കുകയാണ് ഈതൻ. ഇവിടെ നിന്ന് മടക്കമില്ല എന്നറിയിക്കുകയാണ് ഷെറിഫ് പോപ്പ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ഈ വേവ്വുഡ് പൈൻസ് എന്ന സ്ഥലം? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇവിടുന്ന് മടക്കമില്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഏജന്റ് ഈവൻസ് എങ്ങനെയാവും കൊല്ലപ്പെട്ടത്? ആഴ്ചകൾ മാത്രം വ്യത്യാസത്തിൽ നാട്ടിൽ നിന്ന് കാണാതായ ഏജന്റ് കേറ്റിനെ ഇവിടെ 12 വർഷങ്ങൾ ജീവിച്ച രൂപത്തിൽ എങ്ങനെ കാണപ്പെടുന്നു? എന്തിനായിരിക്കും ഈ പ്രദേശം വലിയ ഇലക്ട്രിക് ഫെൻസുകൾ കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നത്? കാത്തിരിക്കുക, കഥ തുടരും. Till then, it's your Hyra signing off. Bye.